എല്ലാവർക്കും നമസ്കാരം സുഹൃത്തുക്കളെ. എല്ലാ ആൾക്കാർക്കും ക്രിസ്മസിൻ്റെയും അതുപോലെ തന്നെ ന്യൂ ഇയറിൻ്റെയും എല്ലാവിധ മംഗളാശംസകളും നേർന്നുകൊള്ളട്ടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് വണ്ണപ്പുറത്താണ്. ഞാനിവിടെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ മതസൗഹാർദ്ദപരമായ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനായിട്ട് വന്നതാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേട്ടാ, എന്താ ഇങ്ങനെ ഒരു പുൽക്കൂട്, അത് സ്റ്റേജ് അടിച്ചു കൂട്ടിയിട്ട് ഇങ്ങനെ ഒരു പുൽക്കൂട് ഉണ്ടാക്കാനായിട്ടുള്ള കാരണം? ഇത് എല്ലാ വർഷവും നമ്മൾ പുൽക്കൂട് ചെയ്യുന്നതാണ്. നമ്മൾ എല്ലാ വർഷവും ഇത് എവിടെയായിരുന്നാലും ചെയ്തുകൊണ്ടിരിക്കുക. ഞാനിത് വാടകയ്ക്ക് താമസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഫ്രണ്ടിൽ സ്റ്റേജ് കെട്ടിയേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം മതിൽ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ഇവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. റോഡ് സൈഡും ആയതുകൊണ്ട് വേറെ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇത് സ്റ്റേജ് കെട്ടി അങ്ങനെ ഒരു തട്ടിട്ട് അതിൻ്റെ മേലിലാണ് ചെയ്തേക്കണേ. പിന്നെ ചെയ്തു വന്നപ്പോൾ ഇവിടെ കൂടുതലും എല്ലാവരും മുസ്ലിംസും ഹൈന്ദവരും ക്രിസ്ത്യാനിയും എല്ലാം ഇടകലർന്ന് ഉള്ള ഒരു നാടാണ്. അപ്പോൾ എല്ലാവരും ഒന്നിച്ച് കഴിയുന്ന ഈ നാട്ടിൽ അതിൻ്റേതായ രീതിയിൽ തന്നെ ഒരു മതസൗഹാർദ്ദം ചെയ്തു വയ്ക്കുക എന്നുള്ള ആശയത്തോടു കൂടി നമ്മൾ മുസ്ലിം പള്ളിയും ഹിന്ദു പിന്നെ ഒരു അമ്പലവും ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള ആശയം മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ അതും വെച്ച് പിന്നെ ക്രിസ്ത്യൻ പള്ളിയും വെച്ച് തൊഴുത്ത് ഫറവ പിന്നെ ബൈബിൾ അടിസ്ഥാനത്തിൽ നമ്മൾ ഫറവ രാജാവിൻ്റെ കൊട്ടാരവും ജെറുസലേം നഗരവും അങ്ങനെ കാലിത്തൊഴുത്തും അതെല്ലാം പണിത് ഒരു മഞ്ഞുമലകൾ അതെല്ലാം കാണിച്ചുകൊണ്ട് ഒരു മൊത്തത്തിലൊരു മതസൗഹാർദ്ദത്തിൻ്റെ രീതിയിൽ നമ്മളിത് ചെയ്തു വെച്ചേക്കുന്നതാണ്. അത് എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ഈ തവണ ഒരു ആശയം മുന്നിൽ നിർത്തി ചെയ്തേക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എത്ര ദിവസം എടുത്തു? ഡിസംബർ 1-ാം തീയതി തുടങ്ങിയതാണ്. ഇനിയിപ്പോൾ ഇത് ജനുവരി 5-ഓടുകൂടി നമ്മളിത് അഴിക്കുള്ളൂ. അതുവരെ ഇവിടെ ഉണ്ടാവും. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാര്യങ്ങളിലേക്ക് കിടക്കുന്നത്, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാ വർഷങ്ങളിലും ഞാൻ ചെറുപ്പം മുതൽ ഞാൻ സ്നേഹഗിരി മഠത്തിൽ നിന്ന് പഠിച്ചത്. അപ്പോൾ മഠത്തിലെ സിസ്റ്റേഴ്സാണ് നമുക്ക് ഇതിനൊക്കെ പ്രചോദനമായത്. സ്നേഹഗിരി മഠത്തിലെ സിസ്റ്റർമാരാണ് നമ്മളെ ഇതൊക്കെ പഠിപ്പിച്ചത്. ഇവിടെയാണ് ചേട്ടൻ താമസിക്കുന്നത്? ഇവിടെയാണ് താമസിക്കുന്നത്. അതെ അല്ലേ. കുട്ടികൾ 3 പെൺപിള്ളേരാണ്. 3 പേരുമാണ് എൻ്റെ പുറകിൽ നിന്ന് എന്നെ സഹായിക്കുക. എല്ലാത്തിനും ഈ മണ്ണെടുക്കാനും എല്ലാത്തിനും സഹകരിക്കുന്നത്, എന്നെ ഈ വീടുകൾ ഉണ്ടാക്കുന്നതിനും എല്ലാത്തിനും പുറകെ അച്ചാച്ച ഇത് പോരാ നല്ലതാ ചൊല്ലതാന്നും പറഞ്ഞ് വീണ്ടും എന്നെ കൊണ്ട് പൊളിച്ചു പണിയിപ്പിക്കുന്നത് ഇവരാണ്. അതെ. ഇങ്ങനെ ഒരു ഐഡിയ എല്ലാ പ്രാവശ്യം ഇതുപോലെയുള്ള ഒരു ഐഡിയയിലാണ് ചേട്ടൻ പുൽക്കൂട് പണിതുകൊണ്ടിരിക്കുന്നത്? പൊതുവേ നമ്മുടെ ഒരു ബൈബിൾ അടിസ്ഥാനത്തിലുള്ളത് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. കാരണം അതിന്റെ ഒരു പ്രചോദനമായത് വെൺമണിപ്പള്ളിയിൽ ഒരു തവണ കുരുവിക്കൂടിനകത്ത് പുൽക്കൂടുണ്ടാക്കി. അന്നത്തെ ക്രിസ്മസിന്റെ പരീക്ഷാ സമയത്ത് യേശു എവിടെ ജനിച്ചു എന്ന് കൊച്ചുങ്ങളോട് ചോദിച്ചതിൻ്റെ അത് ഉത്തരം മൊത്തം കുരുവിക്കൂട്ടിലാണ് യേശു ജനിച്ചതെന്ന് ഉള്ള ഇതാണ് എഴുതിയത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവരുത്. നമ്മൾ ചെയ്യുന്നത് യേശു കാലിത്തൊഴുത്തിലാണ് വരുന്നത്. അതേ ആശയം തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വേറൊരു ബൈബിൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തു വെച്ചേക്കണേ. തട്ടടിച്ച് സ്റ്റേജ് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ നല്ല മുടക്കുണ്ട്. ഈ മതസൗഹാർദ്ദത എന്നുള്ളൊരു കാര്യം മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് ഇങ്ങനെയൊരു കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള പ്രചോദനം അത് ക്രിസ്ത്യാനികളെക്കാട്ടി കൂടുതൽ ഇവിടെ വന്ന് എടാ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യണോ, എടാ പുൽക്കൂട് കെട്ട് വേണോ, അത് വേണം, എടാ ഇത് നല്ല എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്നത് മുസ്ലിം സഹോദരന്മാരും ഹൈന്ദവരുമാണ് കൂടുതൽ. ഇപ്പോഴാണേലും ഇവിടെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതും നിങ്ങളെ വിളിച്ചു പറഞ്ഞതും അവരായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് മെയിനായിട്ട് നമ്മളത് അങ്ങനെ തന്നെ ചെയ്തു വെച്ചത്. ഒത്തിരി സന്തോഷം. കാരണം ഇങ്ങനെയുള്ളൊരു മാതൃക നമ്മുടെ ഈ കേരളത്തിലെ മൊത്തം ഇങ്ങനെയുള്ള നിർമ്മിതിയിൽ ആൾക്കാർ ഏർപ്പെടണമെന്ന് ഞാൻ പറയാം. കാരണം നമുക്കൊരാവശ്യം വരുമ്പോൾ എല്ലാവരും കൂടുന്നതിനുപരി ഇങ്ങനെ ചടങ്ങുകളും എല്ലാവരോടെ കൂടിയുള്ള ചടങ്ങുകളാകുമ്പം അതിന് കൂടുതൽ ഇമ്പം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉറപ്പായിട്ടും. കാരണം എല്ലാ ഈ കേരളക്കാരെ മൊത്തം ഒരു മാതൃകയാണ് ചേട്ടൻ്റെ ഒരു പുൽക്കൂട്. ഇതുപോലെ തന്നെ വരുന്ന ആളുകളിൽ ഇങ്ങനെ തന്നെയുള്ള നിർമ്മിതികളിലേക്ക് ആൾക്കാർ മാറട്ടെ എന്നാണ് ഒത്തിരി പേര് പറഞ്ഞു. നമുക്ക് ഈ പൈസ നിങ്ങൾ ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കാൻ മേലെ എന്ന് തന്നെ. ഞാനിത് തുടങ്ങുമ്പം തന്നെ ഏറ്റവും ആദ്യമേ രാവിലെ എൻ്റെ വീട്ടിൽ വന്ന ഒരാൾക്ക് പൈസ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് സ്റ്റാർട്ട് ചെയ്തത്. അതുപോലെ തന്നെ ഇത് കാണാൻ വരികയും ചെയ്യുന്നവർക്ക് നമ്മളിവിടെ ഒരു ട്രീ ഒരുക്കിയിട്ടുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന പൈസയെ നമ്മൾ രോഗികൾക്ക് വേണ്ടി കൊടുക്കുകയാണ്. നമ്മൾ നന്മയുടെ കൂട്ടായ്മ എന്ന് പറഞ്ഞൊരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. അതിൽ നമ്മൾ പല രോഗികളെ സഹായിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നന്മയുടെ കൂട്ടുകാരനെന്നാണ് നമ്മൾ അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ നമ്മൾ പരമാവധി ഇതിൽ നിന്ന് കിട്ടുന്ന പൈസ നമ്മൾ അത് രോഗികൾക്കായിട്ട് തന്നെ വിതരണം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ ഈ കടന്നു വന്നപ്പോൾ ക്രിസ്മസ് ട്രീ ഉണ്ടായിരുന്നല്ലോ, അതിലൊത്തിരി ഗിഫ്റ്റുകളൊക്കെ തൂക്കിയിട്ടുണ്ടല്ലോ, അതെല്ലാം സമ്മാനം കിട്ടുന്നതാണോ? എല്ലാം സമ്മാനം. എല്ലാത്തിനകത്തും ഒരു നിശ്ചിത പൈസയുടെ ഒരു 10 രൂപയുടെ സാധനം അതിനകത്ത് കാണും. അതല്ലേ? അത് നമ്മളൊരു 20 രൂപയ്ക്ക് കൊടുക്കും. അതിന് മുകളിലേക്ക് എമൗണ്ട് ഉണ്ട് ചേട്ടാ? അതിന്റെ ആഗ്രഹം കൊണ്ട് അല്ല, അതിനകത്ത് മേളിലേക്കുള്ളത് ഒരു ഇവിടെയുള്ളവരുടെ എല്ലാം
എടാ ഇതിനകത്ത് 1 ലിറ്റർ ബ്രാൻഡ് എടുക്കാം എന്നൊക്കെയുള്ള ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു കൂപ്പൺ വെച്ചിട്ടുണ്ട്. ക്രിസ്മസ് അല്ലേ, സ്പോൺസർ ചെയ്തതാണോ ചേട്ടൻ ഈ ഗിഫ്റ്റ് കൊടുക്കാനുള്ള സംഭവങ്ങളൊക്കെ? ഇല്ല, എല്ലാം നമ്മള് പിന്നെ ഇവിടെയുള്ള കടയിലെ ചേട്ടന്മാര്, ഇവിടെ റേഷൻ കടയുടെ അടുത്തുള്ളവരൊക്കെ കുറച്ച് സാധനങ്ങൾ കുറച്ച് ഫ്രീ ആയിട്ട് തരാന്ന് പറഞ്ഞിട്ടുണ്ട്. തൂക്കാനായിട്ട് നല്ല കാര്യം ചേട്ടാ. അപ്പൊ എല്ലാരും ഈ ചടങ്ങില് ഈ ന്യൂ ഇയറും, അപ്പൊ ഇതെന്നാ ഈ സംഭവം പൊളിച്ചെടുക്കുന്നേ? ഇത് ന്യൂ ഇയർ കഴിഞ്ഞ്. ചേട്ടാ ഈ ട്രീയുടെ കാര്യങ്ങൾ എങ്ങനെയാ, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാമോ? ട്രീ നമ്മളിപ്പോൾ തന്നെ ഇത് കൊടുത്തു തുടങ്ങുകയാണ്. ഈ ട്രീയിൽ നിന്നും കിട്ടുന്ന വരുമാനം നമ്മൾ പാവങ്ങൾക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്, രോഗികളായിട്ടുള്ളവർക്ക് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതെല്ലേ? നമ്മള് കിഡ്നി പേഷ്യന്റിന് പലിശ ഫണ്ട് കണ്ടെത്തുന്നുണ്ട്. അതുപോലെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കിടക്കുന്ന ഒരു രോഗിക്ക് പൈസയുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് എന്ത് കിട്ടിയാലും അത് അതിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. അതല്ലേ? മറ്റുള്ളവർക്ക്, ഈ കേരളത്തിലുള്ള എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് നമ്മൾ ആഡംബരമായിട്ട് കണ്ടമാനം പൈസ പല പല കാര്യങ്ങൾക്കായിട്ട്, പെരുന്നാളായിട്ടും ഉത്സവമായിട്ട് നമ്മൾ പൊടിക്കുന്നുണ്ടല്ലോ. ഒരു ചടങ്ങുകളിലേക്ക് മാറുവാണെങ്കിൽ കുറച്ചൊക്കെ അല്ലേ? അതെ, മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മള് വലിയ ഈ ബൾബ് മാലകൾക്കാണ് പൈസ മുടക്കായുള്ളൂ. അല്ലാതെ വലിയ പൈസ മുടക്കെന്ന് പറയാം, ഇതെല്ലാം നമ്മൾ ആക്രി സാധനം കൊണ്ടാണ്, ആക്രി ഈ സീലിംഗ് സാധനം കൊണ്ടാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. അതെല്ലാം കട്ട് ചെയ്ത് വീടിൻ്റെ രൂപത്തിലാക്കി, അമ്പലത്തിൻ്റെ പള്ളിയുടെയൊക്കെ രൂപത്തിലാക്കി നമ്മൾ ഒട്ടിച്ചെടുക്കുക. അതിൻ്റെ പ്രയത്നമാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്. അല്ലാതെ നമ്മുടെ സമയം കണ്ടെത്തി നമ്മൾ ഇതിന് വേണ്ടി മെനക്കെട്ടു എന്നുള്ളതാണ്. പിന്നെയുള്ളത് ഈ ബൾബ് മാലകളും കാര്യങ്ങളൊക്കെ ആയിട്ട്, പിന്നെ ഇവിടെയുള്ള കുറേ ഹൈന്ദവരായിട്ടുള്ളവരും മുസ്ലിം സഹങ്ങളായിട്ടുള്ളവരും എല്ലാവരുടെയും സഹകരണമുണ്ട്. അവരെല്ലാവരും ഈ മണ്ണെടുക്കാനും ഒക്കെ ആയിട്ട് വരികയും അവിടെ ആറ്റിക്കിടന്ന മണ്ണ കൊണ്ടുപോയിന്ന് ഇട്ട് തന്നേക്കുന്ന ഉരുളങ്കല്ലെല്ലാം ആറ്റിലെ കല്ലുകളാണ്. അത് വളരെ ഭംഗിയായിട്ട് തന്നെ അറേഞ്ച് ചെയ്തു. അതൊരു ബൗണ്ടറി ആയിട്ടും വഴിയുടെ അതിരുകളായിട്ടും കണക്കിന്റെ അതിരുകളൊക്കെ ആയിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ചേക്കുന്നത്. അത് മാത്രമേ ഉള്ളൂ. വലിയ എമൗണ്ട്, വലിയ ചെലവുകളെന്ന് പറയാത്ത രീതിയിലില്ല. എന്നാലും വളരെ ഭംഗിയുണ്ട്. വളരെ അട്രാക്റ്റീവായിട്ടുള്ളൊരു പുൽക്കൂട് നിർമ്മിതി. ഇതിലെ വഴിയെ പോകുന്ന ആൾക്കാർക്ക് വണ്ടി നിർത്തിയിട്ട് ഇത് കാണാനായിട്ട് വരാറുണ്ട്. ഉണ്ടല്ലേ? ഇത് പലകയാണ് ഇതിന്റെ അടിയിലിട്ട്. അതെല്ലേ? ഒരു 5 അടി പൊക്കത്തില് ഈറ്റയുടെ ഇലയൊക്കെ എവിടെ നിന്ന് സംഘടിപ്പിച്ചു? ഈറ്റയിലൊക്കെ ഇവിടെ ഓരോരുത്തരും എനിക്ക് ഇങ്ങനെ കൊണ്ടേ തന്ന എടാ ഈറ്റയിലേക്ക് മേഞ്ഞെന്നും പറഞ്ഞ് അവര് വന്ന് മേഞ്ഞ ഇവിടെയുള്ള കാരണവന്മാര് വന്ന് അവര് വന്ന് ചെയ്തു തന്നാണ്. മതസൗഹാർദ്ദപരമായ ഈ പുൽക്കൂട് നിർമ്മിതിയിൽ പങ്കെടുത്ത കൂട്ടുകാരുടെ പേരൊക്കെ ഒന്ന് പറയാമോ? അത് ഷാജഹാന്, മണികണ്ഠൻ, കമലൻ ചേട്ടൻ, പിന്നെ സുധൻ ചേട്ടൻ, പിന്നെ രാജു ചേട്ടൻ. ഇവിടെ വന്ന് പരിചയപ്പെട്ട് ഇവിടെയുള്ളവർ, അല്ലാതെ വേറെ സുഹൃത്ത് ബന്ധങ്ങളൊന്നുമല്ല. ഇവിടെ വന്ന് കൂടി. അതുപോലെ തന്നെ പേര് പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ യാതൊരു വഴക്കും വിചാരിച്ചേക്കരുത്. ഒരു മതസൗഹാർദ്ദപരമായ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത്. ഇപ്പൊ എല്ലാ ആൾക്കാരും അതാണ് 1-2 പേരുകൾ കേൾക്കാൻ ആഗ്രഹം കൊണ്ട് ചോദിച്ചു കേട്ടോ. അമ്പലം പണിതപ്പം അമ്പലത്തിന്റെ അങ്ങനെയല്ല, ഇത് നാഴികക്കുടം വെക്കണം എന്നും പറഞ്ഞ് നാഴികക്കുടം ഉണ്ടാക്കി ചേട്ടേക്കണ്ട്. മുസ്ലിം പള്ളി പണിതപ്പോ ഞങ്ങളുടെ പള്ളിക്കകത്ത് ഒരു രൂപങ്ങളും വെക്കണ്ട, അത് മുസ്ലിം പള്ളിക്കകത്ത് യാതൊരു രൂപവും വെക്കണ്ട എന്നും പറഞ്ഞ് അത് അങ്ങനെ പറഞ്ഞു തന്നതും എല്ലാം ഇവരെല്ലാം സാന്നിധ്യവും ഇവരെല്ലാം എല്ലാം ഉണ്ട്. ഓരോ പരിപാടി ഇവർ നോക്കി കാണാനായിട്ട് അവിടുന്ന് ഓട്ടോക്കാരായാലും എല്ലാവരും ഇവിടെ വരും. ഇവിടുന്ന് അതുപോലെ തന്നെ പോലീസുകാർ സ്റ്റേഷനിൽ നിന്ന് അവർ ചായ കുടിക്കാൻ വരുമ്പോൾ എല്ലാവരും ഇവിടെ വന്ന് നിന്ന് ഇതെന്തായി, എങ്ങനെയായി, തീരാറായോ, എല്ലാ ക്ഷേമം അന്വേഷിച്ച് എല്ലാ ദിവസങ്ങളിലും ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരും ഇതിലെ വന്ന് കൊള്ളാം കേട്ടോ, നല്ല കേട്ടോ എന്ന് പറഞ്ഞാണ് എല്ലാവരും പോകണത്. എല്ലാ ആൾക്കാരും ഹെൽപ്പ് ചെയ്തല്ലേ? ഉറപ്പായിട്ടും. കാരണം നമ്മളിവിടെ വന്ന് നിൽക്കുമ്പോൾ തന്നെ ഒരു നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷം നമുക്ക് ഉണ്ടാകുന്നുണ്ട്. പിന്നെ ഒത്തിരി പേര് വന്നിട്ട് ഇതെന്നോടാ ഇത് അമ്പലമല്ലേ എന്ന് ചോദിച്ചവരും ഉണ്ട്. ഇതെന്നോടാ പുൽക്കൂടിനകത്ത് അമ്പലം പണിത് വെച്ചേക്കണേ, ഇത് ശ്രീനാരായണ ഗുരുവല്ലേ, നിനക്ക് തെറ്റിപ്പോയതാണോ എന്നും ചോദിച്ചവരും ഉണ്ട്. അതെല്ലേ? അതുപോലെ തന്നെ ഈ നമ്മുടെ മുസ്ലിം പള്ളി ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താ കമന്റ് വന്നു ചേട്ടാ? മുസ്ലിം പള്ളിയായിട്ട് ഇല്ല, അതിനകത്ത് വേറെ പള്ളി. അന്ന് ഒരു സുഹൃത്ത് വന്നിട്ട് പറഞ്ഞു അന്നത്തെ കാലത്ത് മുസ്ലിങ്ങളില്ല എന്ന് എന്നോട് ഒന്ന് സൂചിപ്പിച്ചു. പക്ഷെ എനിക്ക് ഒന്നും, ഞാൻ പറഞ്ഞു അന്നത്തെ കാലത്തെ പള്ളിയല്ല ഞാൻ പറഞ്ഞത്, ഞാൻ ഇന്നത്തെ കാലത്തെയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു. അല്ലാതെ ഇപ്പൊ നമ്മൾ അതിനകത്ത് തന്നെ പറയണത്. ഒത്തിരി സന്തോഷം. കാരണം ഇങ്ങനെ ഒരു മതസൗഹാർദ്ദത എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മുണ്ടക്കല് ചൂരമലയിൽ ഗ്രാമോത്സവം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതായത് ഉരുള് പൊട്ടുന്നതിന് ഒരു 2 മാസം മുമ്പ് അവിടെ ഗ്രാമോത്സവം നടന്നതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ, അതിൻ്റെ വിഷ്വൽ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ അവിടെയാണെങ്കിലും ജനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിരുന്നു. അവിടെ രാഷ്ട്രീയം ഇല്ല,
മതമില്ല, എല്ലാവരും എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അവരെല്ലാവരും അവിടെ സന്നിഹിതരാണ്. എല്ലാ ചടങ്ങിലും അവർ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ രീതിയിലുള്ള ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു നാടായിരുന്നു ഈ മുണ്ടക്കൽ ചൂരമല. ഇവിടെ വന്നപ്പോൾ എനിക്ക് അതുപോലെ ഒരു ഫീലിംഗ് ആണ് ഈ വണ്ണപ്പുറത്ത് വന്നപ്പോൾ എനിക്ക് ഉണ്ടായത്. ചേട്ടന്റെ പേരെന്ന് പറയുമോ? ടോമി മണിയമ്പ്ര എന്നാണ് അറിയുന്നത്. മണിയമ്പ്രയിൽ നിന്നാണ് വീട്ടുപേര്? മണിയമ്പ്രയിലാണ്. എന്ത് ചെയ്യുന്നു ജോലി? ഞാൻ കോൺട്രാക്ട് പണിയാണ്, കെട്ടിടം പണി, കരിങ്കല്ല് കെട്ട അങ്ങനെയുള്ള വർക്കുകൾ. കോൺട്രാക്ട് എടുത്ത് ചെയ്യുകയാണോ? വർക്കൊക്കെ ഉണ്ട് ചേട്ടാ? കുഴപ്പമില്ല. എല്ലാ മതത്തിൽപ്പെട്ട ആൾക്കാരുടെ അടുത്തും ചേട്ടൻ ജോലിക്ക് പോകുന്നുണ്ട്. എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, തിരിച്ചാ നമ്മൾ അങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതെന്റെ രണ്ടാമത്തെ കൊച്ച് ഡോണ ടോമി. ഇതെന്റെ മൂത്ത സന്താനം സോന ടോമി. അത് എന്റെ ഇളയത് സ്നേഹ ടോമി. ഏതൊക്കെ സ്റ്റാൻഡേർഡിലാന്ന് പറയുമോ? ഞാൻ 9th. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? സെന്റ് മേരീസ് കാളിയാർ. ഇവിടെ അടുത്ത് തന്നെ നടന്നു പോവായിരിക്കും അല്ലേ? നടന്നു പോകാനുള്ള ദൂരമുള്ളൂ അല്ലേ? നടന്നു പോകാനുള്ളത്. മോളൊക്കെ എവിടെയാണ് പഠിക്കുന്നത്? +2 അല്ലേ? ഓക്കെ. കൊച്ചെവിടെ പഠിക്കുന്നത്? എവിടെയാ? കടവൂരാണോ പഠിക്കുന്നത്? നമ്മുടെ നാട്ടിൽ തന്നെയാലോ. മോക്കടെ പേര് എന്തോ? 8th പഠിക്കുന്നത് അല്ലേ? ഓക്കെ മോളെ. മോളെവിടെയാ? സെന്റ് മേരീസിലോ? ഓക്കെ. ഒത്തിരി സന്തോഷമുണ്ട്, കാരണം ഇങ്ങനെ ഒരു ചടങ്ങിൽ ഞങ്ങൾക്ക് വരാൻ പറ്റിയത്, ചേട്ടനെ പരിചയപ്പെടാൻ പറ്റിയ ഒത്തിരി ദൈവത്തിൻ്റെ ഒരു ഇടപെടലാണെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒത്തിരി സന്തോഷം എന്നല്ലാതെ വേറെ ഒന്നും പറയാനില്ല, പറയാൻ വാക്കുകളില്ല. ഒത്തിരി എക്സ്ട്രാ ഫിറ്റിങ്സ് ഇവിടെ കാണുന്നുണ്ടല്ലോ, ലൈറ്റ് അറേഞ്ച്മെന്റ്. പിന്നെ എന്തൊക്കെ എക്സ്ട്രാ ഫിറ്റിങ്സ് എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത്? പിന്നെയുള്ളത് നമ്മൾ പാട്ട് പാടാനായിട്ടുള്ള ഒരു പാട്ടുപെട്ടി മേടിച്ചിട്ടുണ്ട്. നമുക്കൊരു മൈക്ക് സെറ്റ് മേടിച്ച് വെച്ചത്. ഇവിടെയുള്ള ഈ ചേട്ടന്മാരുണ്ട്, അവര് ഹൈന്ദവരായിട്ടുള്ളവരുണ്ട്, മുസ്ലിംസുകളായിട്ടുള്ളവരുണ്ട്. അവരെല്ലാവരും അയ്യപ്പ ഗീതങ്ങളും ഗുരുദേവന്റെ ഗീതങ്ങളും എല്ലാം ഇവിടുന്ന് എല്ലാ ദിവസങ്ങളിലും അയ്യപ്പ ഗീതം പാടുന്നവരുണ്ട്, ക്രിസ്ത്യൻ പാട്ട് പാടുന്നവരുണ്ട്, മുസ്ലിം പാട്ട് പാടുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് പാടാനായിട്ട് അതിനുള്ള സൗകര്യം കൊടുക്കും. ഇവിടെ നിന്ന് എല്ലാവരും സ്റ്റേജിൽ നിന്ന് പാടാനോ സൗകര്യം കൊടുത്തിട്ടുണ്ട്. അതായത് പാടും, ഇവിടെ ഇതിനകത്ത് കയറി നിന്നിട്ട് പാടും. ഇവിടെ നിന്നുകൊണ്ട് അയ്യപ്പ സ്വാമിയെ ശരണം അയ്യപ്പ എന്നുള്ള പാട്ട് പാടും. എല്ലാ പരിപാടിയും ഇവിടെ എല്ലാ ദിവസവും, ഇനിയിപ്പോൾ ഈ ദിവസങ്ങളിലെല്ലാം കാണും ഇവിടെ. ഇവിടെ ഇപ്പോൾ ഒരു പാട്ടല്ല, എല്ലാ മതത്തിൻ്റെയും പാട്ട് കാണും. അത് ഇവിടെ പാടാനായിട്ട് ഇവിടെ ഉള്ള കുറേ ചേട്ടന്മാരുണ്ട്. എല്ലാവരും നല്ല സഹകരണത്തോടു കൂടി തന്നെ വന്ന് പാടുകയും ഇതിന് ഒപ്പം നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതെല്ലേ. വെള്ളച്ചാട്ടം എങ്ങനെയാടാ അത് സംഭവം പറയാം ഡീറ്റെയിൽ ആയിട്ട്? വെള്ളച്ചാട്ടം ഒരു വെള്ളച്ചാട്ടം മഞ്ഞുമല ഒരുക്കി കാളിയാർ പുഴയിലേക്ക് വന്ന് കാളിയാർ പുഴയിൽ നിന്ന് ഇവിടെ തൊമ്മൻകുത്തിൽ വെള്ളം ചാടുന്നതായിട്ടാണ് നമ്മളൊരു ഇത് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ അത് ഈ ഒരു ചെരുവം വെള്ളം കൊണ്ടുള്ള പരിപാടിയാണ്. ഇവിടുന്ന് വെള്ളം മോട്ടറടിച്ച് ആ വെള്ളം തന്നെ നേരെ അവിടെ കൊണ്ട ചാടിക്കും. അവിടുന്ന് വീണ്ടും തന്നെ റൊട്ടേറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതായത് നമ്മുടെ ഈ ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചേട്ടനെ എത്ര സ്ഥലം കൊണ്ട്. ഇത് എത്ര സെന്റ് സ്ഥലം ഉണ്ടെന്ന് പറയാ ചേട്ടാ? ഇതിപ്പോ ഒരു 2 സെന്റ് സ്ഥലത്തിന് 2 സെന്റ് സ്ഥലത്താണ് ഈ വർക്ക് മൊത്തം നടത്തിയിരിക്കുന്നത് അല്ലേ? കരിമ്പിന്റെ പൂവാണ് ചേട്ടാ? ഇത് ആറ്റിനകത്തുള്ള ഒരു ചെടിയിൽ നിൽക്കുന്ന, ആറിനകത്ത് നിൽക്കുന്ന ഒരു ചെടിയാണ്. അതിൽ നിൽക്കുന്ന ഒരു ഇതാ. അത് എല്ലാം കൂടെ പൂച്ചി കെട്ടി കൊണ്ടുവന്ന് വേറെ ചേട്ടൻ കൊണ്ടു തന്നേക്കുന്നതാണ്. അതല്ലേ? അത് കൊണ്ടുവന്ന ചേട്ടന്റെ പേരെന്താ ചേട്ടാ? അങ്ങനെയൊന്നും ചോദിക്കില്ല. ഇവിടെ വന്ന് ഇത് ചെയ്തപ്പോ തുടങ്ങിയപ്പോ എല്ലാരും കൂടി വന്നപ്പോൾ ഉണ്ടായിട്ടുള്ള അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. ഒരു കൂട്ടായൊരു സഹകരണം തന്നെ പറയാം. അവരെല്ലാം വന്ന് എടാ ഞാൻ അത് കൊണ്ടുതരാം, ഞാൻ ഈറ്റയില കൊണ്ടുതരാം, ഞാൻ മണ്ണ് കൊണ്ടുതരാം, മണൽ കൊണ്ടുതരാം എന്നും പറഞ്ഞ് ഓരോരുത്തരും മുന്നോട്ട് വന്ന് അത് ഞാനിങ്ങനെ വിപുലീകരിച്ച് ചെയ്തു വെച്ചതാണ്. ഇത് ക്രിസ്മസ് ട്രീ ആണ്. നമ്മൾ 20 രൂപയ്ക്ക് നമ്മൾ ഇത് കൊടുക്കാനായിട്ടാണ് സമ്മാനപ്പൊതി 20 രൂപയ്ക്ക് കൊടുക്കും. ഇത് മുസ്ലിം പള്ളിയിൽ നിന്ന് ഒരാൾ ഇറങ്ങി വരുന്നതായിട്ടാണ് അതിനെ നമ്മൾ ചെയ്തേക്കുന്നത്. ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് കാളിയാർ ജുമാ മസ്ജിദ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എഴുതി വെച്ചിട്ടുണ്ട് കാളിയാർ ജുമാ മസ്ജിദ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരാൾ ഇറങ്ങി വരാനായിട്ടല്ലേ? പള്ളിയിൽ നിന്ന് ഉണ്ണീശനെ കാണാനായിട്ട് ഒരാൾ ഇറങ്ങി വരുന്നു എന്നുള്ളതാണ് ഉദ്ദേശം വെച്ചേക്കുന്നത്. പിന്നെ ബെത്ലഹേം നഗരിയിലെ കുറെ വീടുകൾ ചെയ്തു വെച്ചേക്കുന്നതാണ്. അടുത്തടുത്തുള്ള കുറെ വീടുകൾ ചെയ്തു വെച്ചേക്കുന്നതാണ്. ബെത്ലഹേം നഗരിയിലുള്ള വീടുകളാണ് കാണുന്നത്.